നമ്മൾ പെരിന്തൽമണ്ണ പാർക്കിലായിരുന്നു നിന്നത്, റൂമിലായിരുന്നു. അപ്പോഴാണ് കോള് വന്നത്, ഇങ്ങനെ ബോഡി ചട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഈ രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ നേരെ ചട്ടിപ്പറമ്പ് ഏകദേശം 3 മണി 3:15 ടൈമിലെത്തി. അപ്പോൾ അന്ന് നേരെ ബോഡി കയറ്റി എറണാകുളത്തേക്ക് പോവായിരുന്നു. അത് ഒരു നമ്പറിൽ നിന്നാണ് കോള് വന്നത്. നമ്മളിടയ്ക്ക് വിളിക്കാറുള്ള ആളാണ്. നമ്മളറിയുന്നൊരു ഏലംകുളം ഭാഗത്തുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് വിളിച്ചത്. അവിടെ ഏകദേശം ഒരു 3-4 സ്ത്രീകളും 3-4 പുരുഷന്മാരും 2-3 പിള്ളേരും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബോഡി ഇതേ രീതിയിൽ കട്ടിൽ കിടക്കുന്നതായിരുന്നു കണ്ടത്. കൂടുതലാരും ഇല്ലായിരുന്നു ആ ഭാഗത്ത്. ഇല്ല, നമ്മളോട് പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീയാണ് ശ്വാസം മുട്ടി മരിച്ചത്. നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, പാക്ക് ചെയ്ത് ഇതായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മുഖം തുറന്ന് നോക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പം നമ്മളും വിചാരിച്ചത് പ്രായം ചെന്ന ഒരു സ്ത്രീ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും പോയത്. നമ്മൾ ലാസ്റ്റ് എറണാകുളത്ത് ചെന്ന് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പെരുമ്പാവൂര് അവരുടെ വീട്ടിലാണ് ചെന്നത്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ കാത്തു നിന്നു ബോഡി ഇറക്കാതെ കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ബോഡി ഇറക്കുകയല്ലേ, കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഒരു 4-5 പേര് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതിലാണ് പെട്ടെന്ന് അവർ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി ബോഡി ഇറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണം, പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഭാഗത്തെ ആൾക്കാർ വർത്താനവും സംഘർഷവും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഭർത്താവിനെ അവർ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന്. അതിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ആ ടൈമിലാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസുകാർ വന്നു. പോലീസുകാർ നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. നേരെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പീസറിൽ ബോഡി വെച്ച് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്.